കഥ കുറച്ച് മുന്നോട്ട് പോയി. ഞാൻ റീസെൻ്റ്ലി ബാംഗ്ലൂർ ഗൂഗിൾ ഓഫീസിൽ പോയിരുന്നു യൂട്യൂബിൻ്റെ ഒരു ഇവൻ്റ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. വിധാൻ സൗദ ബാംഗ്ലൂരിലെ ഞാൻ എന്തൊക്കെ എഡിറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. സോറി, ബാംഗ്ലൂരിൽ പോയി കഴിഞ്ഞാൽ വിധാന സൗദയുടെ മുമ്പിൽ നിന്ന് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുക എന്നുള്ളത് എൻ്റെ ശീലമായിപ്പോയി. അതുകൊണ്ടാണ്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നതാണ് യൂട്യൂബിൻ്റെ ഇവൻ്റ് വിശേഷങ്ങൾ. ഞാൻ ബസ്സിലാണ് ബാംഗ്ലൂർ എത്തിയത്. ഇവൻ്റ് നടക്കുന്ന ഗൂഗിൾ ഓഫീസിലേക്ക് മെട്രോയിൽ കയറി എത്തി. രജിസ്ട്രേഷൻ ടൈമിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ആ സത്യം ഞാനിവിടെ പറയുന്നില്ല. അറിയണമെന്ന് നിർബന്ധമാണെങ്കിൽ അരുൺ വയനാട് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലുണ്ട്, അത് കണ്ടാൽ മതി. അങ്ങനെ രജിസ്ട്രേഷൻ ഒക്കെ കഴിഞ്ഞ് ഓഫീസിൽ കയറി. ഇതാണ് അരുൺ വയനാട്, ഒരു യൂട്യൂബ് ക്രിയേറ്ററാണ്. ഇതുപോലെയുള്ളൊരു ഇവൻറ്റിലാണ് ഞങ്ങൾ പരിചയപ്പെട്ടത്. യൂഷ്വലി നമ്മളൊരു ഇവൻറ്റിന് എത്തുമ്പോൾ ഒരു കുഞ്ഞ് ഗ്യാങ് ഉണ്ടാവുമല്ലോ. യൂഷ്വലി അതൊരു മല്ലു ഗ്യാങ് ആവും. പക്ഷേ ഇവിടെ ഞങ്ങൾക്ക് കിട്ടിയത് യശ്, ജയ്പൂരിലുള്ളൊരു ഗെയിമിംഗ് ക്രിയേറ്ററാണ്. രാവിലത്തെ സ്നാക്സ് സെക്ഷൻ കഴിഞ്ഞ് എൻ്റെ ഫേവറേറ്റ് കുറച്ച് ക്രിയേറ്റേഴ്സുമായിട്ട് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. ചാനലിന്റെ പേര് പറയണം. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആള് തന്നെയാണ്, പേര് പറയുന്നത്. ചാനലെല്ലാവരും ഷെയർ, ലൈക്ക്, സബ്സ്ക്രൈബ്. ചാനലെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ചാനല് പറയുന്നുണ്ട്. യൂഷ്വലി ഇങ്ങനത്തെ ഇവൻറ്റ്സിനൊക്കെ പോകുമ്പോഴാണ് നമ്മൾ ഇങ്ങനത്തെ നമ്മുടെ ഫേവറേറ്റ് ക്രിയേറ്റേഴ്സിനെ നേരിട്ട് കാണുന്നതും പരിചയപ്പെടുന്നതൊക്കെ. ചിലരെയൊക്കെ നമുക്ക് ഓൾറെഡി അറിയായിരിക്കും, മറ്റു ചിലരെ അവിടെ ചെന്നിട്ടാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അങ്ങനെ ഇവൻറ്റ് സ്റ്റാർട്ടായി. ഇഷിത, തേജോ ഇവരൊക്കെയാണ് ഇവൻറ്റ് കണ്ടക്ട് ചെയ്തത്. അതുൽ ബ്രോ ഉണ്ടാവുമെന്ന് വിചാരിച്ചു, പക്ഷെ ഉണ്ടായിരുന്നില്ല. അവിടെ നടന്നൊരു ക്വിസ് കോമ്പറ്റീഷനിൽ കറക്കി കുത്തിയിട്ടാണേലും എനിക്ക് 3rd പൊസിഷൻ കിട്ടി. മോർണിംഗ് സെഷന് ശേഷം ലഞ്ച്. ഞങ്ങൾ ഹൈദരാബാദി മട്ടൻ ബിരിയാണി കഴിച്ചു. ഉച്ചയ്ക്ക് ശേഷം Q&A സെഷൻ ഉണ്ടായിരുന്നു. അതിനുശേഷം മ്യൂസിക് സെഷൻസ് ഉണ്ടായിരുന്നു. I've heard his songs playing in the morning when you were coming in. അതിനുശേഷം കുറച്ച് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. പറയുന്നത് നന്നായി ചിന്തിച്ചിട്ട് വേണം. ശുഭദിനം. സെലിൻസ് റെസിപ്പീസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ റീസെൻ്റ്ലി ഗോൾഡൻ പ്ലേ ബട്ടൺ കിട്ടിയിരുന്നു. അവരത് ഇവിടെ വെച്ച് അൺബോക്സ് ചെയ്തു. ഏകദേശം 6 മണിയോടുകൂടി ഇവൻറ്റ് കഴിഞ്ഞു. ഇവൻറ്റ് പങ്കെടുത്തവർക്കെല്ലാം ഗിഫ്റ്റ് ബോക്സ് ഉണ്ടായിരുന്നു. പക്ഷേ അത് കിട്ടണമെങ്കിൽ കുറച്ച് ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അന്നത്തെ ദിവസം ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്തവർ, ഞങ്ങളുടെ എല്ലാം ചാനൽ ഫോളോ ചെയ്തവർക്ക് അറിയാം, ഒരുപാട് ലൈവുകളൊക്കെ ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ആ ഒരു ചലഞ്ചിൻ്റെ ഭാഗമായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയ ആ ഒരു ഗിഫ്റ്റ് ബോക്സ്. ഇതൊക്കെയാണ് ആ ഒരു ഗിഫ്റ്റ് ബോക്സിലുണ്ടായിരുന്നത്. ഈ ഒരു വയർലെസ് മൈക്ക്, ഈ ഒരു കാർഡ്, പിന്നീട് ഈ ഒരു ബാഗ്. ഇത് കൂടാതെ ഈ ഒരു ലൈറ്റും ആ ഒരു ഗിഫ്റ്റ് ബോക്സിലുണ്ടായിരുന്നു. നിങ്ങൾ ആദ്യത്തെ ഈ ഒരു ലൈറ്റ് കണ്ടിട്ടുണ്ടാവും. എന്താ പറയുക, യൂട്യൂബ് ആക്ച്വലി ഇങ്ങനെ ക്രിയേറ്റേഴ്സിനെ ഇങ്ങനത്തെ ഇവൻറ്റ്സിന് വിളിക്കുക, അവരെ ഇതുപോലെ എൻകറേജ് ചെയ്യുക എന്നുള്ളത് സോഷ്യൽ മീഡിയ മറ്റ് പ്ലാറ്റ്ഫോമുകൾ വെച്ചിട്ട് യൂട്യൂബാണ് അതിൽ ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് ഇഷിത, തേജോ, പിന്നെ നമ്മുടെ അതുൽ ബ്രോ, ഇവരൊക്കെയാണ് ഇതിനൊരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്. നമ്മൾ ഈ ഒരു ഷോർട്ട് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകുന്നത് ഇവരൊക്കെ കൊണ്ട് തന്നെയാണ്. ഇതിലെല്ലാം ഉപരി നിങ്ങളെപ്പോലുള്ള ആളുകൾ ഈ ഒരു ചാനൽ കാണുന്നതുകൊണ്ടാണ് നമുക്ക് ഇതുപോലുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നത്. താങ്ക് യു സോ മച്ച്. എന്താ പറയുക, ഈ ഒരു ഇവൻറ്റ് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സ്പെഷ്യലാണ്. കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് കാലമായിട്ട് കാണാൻ ആഗ്രഹിച്ച കുറച്ച് ക്രിയേറ്റേഴ്സിനെ കാണാൻ പറ്റി, അവരോട് സംസാരിക്കാൻ പറ്റി. ഞാൻ സംസാരിച്ച അല്ലെങ്കിൽ എനിക്ക് സംസാരിക്കാൻ പറ്റാത്ത എല്ലാവരോടും എന്താ പറയുക, താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ കൂടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി. നിങ്ങൾ പലരും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താങ്ക് യു വൺസ് അഗെയിൻ. എന്താ പറയുക, ഇത്രയൊക്കെ ഉള്ളൂ. ഇതാണ് ഈ ഒരു ഇവൻറ്റിൽ സംഭവിച്ചത്. ബേസിക്കലി എനിക്ക് കാണണമെന്ന് ആഗ്രഹിച്ച ക്രിയേറ്റേഴ്സിനെ കാണാൻ പറ്റിയെന്നുള്ളത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ കാര്യം. അതിന് സാഹചര്യമുണ്ടാക്കി യൂട്യൂബിനും അതിന് കാരണക്കാരായ നിങ്ങൾ ഓഡിയൻസിനോട് നന്ദി പറയുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പറ്റുന്നവരൊക്കെ ഈ വീഡിയോ ഫുള്ളൊന്ന് കണ്ടിട്ട് എൻ്റെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക.